ജർമ്മനിയിൽ ശ്രീനാരായണ ഗുരു ഫോറം ഫോർ യൂണിവേഴ്സൽ ബ്രദർഹുഡ് നിലവിൽ വന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ സന്ദേശം യൂറോപ്പിലാകെ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫോറം തുടങ്ങിയത്. ജർമ്മനിയിലെ ബാഡ്മൈൻബർഗിലുള്ള യോഗവിദ്യാ ആശ്രമം ഒരു ചരിത്ര നിമിഷത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഗുരുദേവന്റെ വിശ്വമാനവിക സന്ദേശം യൂറോപ്യൻ മണ്ണിൽ കൂടുതൽ ശക്തിയോടെ പ്രചരിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കി തുടക്കം കുറിച്ചു. UK-യിലെ ശിവഗിരി ആശ്രമത്തിൽ നിന്ന് കൊണ്ടുവന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ദിവ്യചിത്രവും അമൂല്യ ഗ്രന്ഥങ്ങളും താലപ്പൊലികളുടെയും മൂലമന്ത്ര ജപത്തോടും കൂടി ആശ്രമത്തിന് സമർപ്പിച്ചു. ആത്മീയ അന്വേഷകരുടെ സംഗമഭൂമിയായ യോഗവിദ്യാ ആശ്രമത്തിൽ ഗുരുദേവന്റെ ദിവ്യചിത്രം പ്രതിഷ്ഠിക്കപ്പെട്ട നിമിഷം ഹൃദയസ്പർശിയായ അനുഭവമായി. യോഗവിദ്യാശ്രമത്തിന്റെ സ്ഥാപകനും ആത്മീയ നേതാവുമായ സ്വാമി സുഖ്ദേവ് ബ്രീഡ്സ് പൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. ഓം അച്യുതായ നമഃ, ഓം ഗോവിന്ദായ നമഃ. ഡോക്ടർ വരുൺ രാധാകൃഷ്ണനാണ് ജർമ്മനിയിൽ ഗുരുദർശനം പ്രചരിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. So we have a vision. We come with a vision that we have to spread Gurudeva's darshan among the Europeans. And we have thousands of organizations around the world. But we believe we are the first organization in the world based on Sri Narayana Darshan, trying to spread darshan among the foreigners. And with this vision, we come up with our mission. The first mission, we start with the library. Through knowledge, we can remove ignorance. So this is the first step we are taking today, and we are implementing the first library abroad, dedicating to Sri Narayana Gurudevan. പൂജാ ചടങ്ങുകൾക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം സേവനം UK ചെയർമാൻ ബൈജു പാലക്കൽ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യരാശിയുടെ ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടിയുള്ള ഗുരുദേവന്റെ സന്ദേശങ്ങൾക്ക് പ്രസക്തി ഏറിക്കൊണ്ടിരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. Today is a historic and spiritually significant moment for all the followers of Sri Narayana Guru across the globe. We are gathered here at Yoga Vidya Ashramam for the beginning of a noble movement rooted in universal love, unity and human upliftment. ഡോക്ടർ വരുൺ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സ്വാമി സുഖ്ദേവ് ബ്രീഡ്സ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. സംഘടനയുടെ ലോഗോ പ്രകാശനം ശിവഗിരി ആശ്രമം UK ട്രസ്റ്റി ബോർഡ് അംഗം സിവികുമാർ നിർവഹിച്ചു. സേവനം UK വൈസ് ചെയർമാൻ സജീഷ് ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ ക്രിസ്റ്റഫർ, ഹരത്, ഗണേഷ് ശിവൻ, കലാജയൻ, സുഭാഷ് സദാശിവൻ, രസികുമാർ രവീന്ദ്രൻ, വിനോദ് എന്നിവർ സംസാരിച്ചു. വിദേശികളായ 250ഓളം ആത്മീയാന്വേഷകരും ഗുരുഭക്തരും പരിപാടിയിൽ പങ്കെടുത്തു. രാജേഷ് രാമചന്ദ്രൻ സ്വാഗതവും ജയരാജ് ശങ്കരനുണ്ണി നന്ദിയും പറഞ്ഞു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.